ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്രോ. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച വിജയം സമ്മാനിച്ച് സൈപ്രോ സക്സസ് ജേണി തുടരുകയാണ്. കേരള PSC വാട്ടർ അതോറിറ്റി മൈക്രോബയോളജിസ്റ്റ് എക്സാമിനേഷന് 7ാം റാങ്ക് നേടിയ സാന്ദ്രയാണ് നമ്മളോടൊപ്പം. സാന്ദ്രനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. സാന്ദ്രനെ പറ്റി പറയൂ. ഞാന് മണ്ണാർക്കാടാണ് എൻ്റെ വീട്. അച്ഛൻ, അമ്മ, അനിയത്തിയൊക്കെയാണ് എനിക്കുള്ളത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്താണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ പഠിച്ചതൊക്കെ കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. BSc MSc അവിടെ തന്നെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ പാസ് ഔട്ട് ആയതും കൂടി പറഞ്ഞു കൊടുത്തേക്ക്. ഞാൻ 2022-ലാണ് MSc കഴിഞ്ഞത്. അപ്പൊ നമുക്കൊരു 1 വർഷം ഗ്യാപ്പേ വന്നോളൂ അല്ലെ? നമ്മുടെ എക്സാമിനേഷൻ 2024-ലായിരുന്നല്ലോ. സൈപ്രോനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്? സൈപ്രോനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്? ഞാന് യൂട്യൂബില് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ 2 എക്സാമിന് അധികം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് പഠിക്കലായിരുന്നു. അപ്പൊ ഞാൻ സൈപ്രോന്റെ 2-3 ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നും ഉണ്ടായില്ല. പിന്നെ വാട്ടർ അതോറിറ്റിന്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോ ജോയിൻ ചെയ്യാന്ന് കരുതി. പിന്നെ ലത്തീഫ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ആയിട്ട് കയറിയിട്ടുള്ള ലത്തീഫ സൈപ്രോ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. അപ്പൊ അതും കൂടെ കണ്ടപ്പോ ജോയിൻ ആവാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ലത്തീഫനെ കണ്ട് അല്ലെ ആ ഒരു മോട്ടിവേഷൻ ഏറ്റെടുത്ത് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ സാന്ദ്ര, നമുക്ക് ഇപ്പൊ സ്റ്റുഡൻസിന് അറിയേണ്ടത് എത്ര സമയം മാറ്റി വെക്കും ഒരു ദിവസം പഠിക്കാനായിട്ട്? ഞാന് വർക്കിംഗ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഇത്ര മണിക്കൂർ എന്നുള്ളത് കിട്ടില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നൈറ്റ് ഇരുന്ന് പഠിക്കും. എനിക്ക് കുറച്ച് അധികം ലേറ്റ് ആയിട്ട് കിടന്നാലും കുഴപ്പമില്ല, രാവിലെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി കുറച്ചധികം നേരം ഇരുന്നിട്ട് രാവിലെ ചിലപ്പോ ഒരു 5-5:30 അങ്ങനെ എണീറ്റിട്ട് ഒരു 7 മണി വരെ, ഡ്യൂട്ടിക്ക് പോണതിന് മുന്നേ ആയിട്ട് 7 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അല്ലാണ്ട് ഇത്ര മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ചിലപ്പോ വല്ല നല്ല ഡ്യൂട്ടിയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ രാത്രി നേരത്തെ ഉറക്കം വരും. അപ്പോ പറ്റുന്ന പോലൊക്കെ ഒഴിവ് സമയങ്ങളൊക്കെ പഠിക്കും. പിന്നെ ക്ലാസ്സുകൾ കേൾക്കും, നൈറ്റ് നോട്ടൊക്കെ എഴുതിയെടുക്കും. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തേക്കും. ട്രാവൽ ഉണ്ടായിരുന്നു എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. അപ്പൊ ആ സമയത്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു. എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാനൊരു പ്രൈവറ്റ് ലാബ് ആയിരുന്നു, വാട്ടർ ടെസ്റ്റിംഗ് പ്രൈവറ്റ് ലാബ് ആയിരുന്നു അതിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്നാലും എത്ര സമയം ഒരു ദിവസം ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു ഒരു ഏകദേശം? ദിവസം പറയുകയാണെങ്കിൽ ഒരു നൈറ്റ് ഒരു 7 മണിയൊക്കെ തൊട്ട് ഞാനൊരു 12-1 മണി വരെ അങ്ങനെയൊക്കെ ഇരിക്കും. 7 പിന്നെ മണി അതേപോലെ തൊട്ട് 12. 12 മണി 1 മണി അത് വരെ. പിന്നെ മോർണിംഗിൽ എണീറ്റ് ഒരു 5 മണി തൊട്ട് ഒരു 7 മണി വരെ അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ പഠിത്തത്തില് ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തത് എങ്ങനെയാണ്? അതായത് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരാതെ നമ്മൾ എങ്ങനെ നോക്കും? ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു പ്രശ്നമാണ്, നന്നായിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങും അല്ലെ? പഠിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു എല്ലാം പോയി വല്ല ഫംഗ്ഷൻ വന്ന്, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, പിന്നെ അവരുടെ താളം തെറ്റും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും സാന്ദ്രയ്ക്ക്? അങ്ങനെ എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്യൂട്ടി പോകുമ്പോ, വർക്ക് ചെയ്യാൻ പോകുമ്പോ നമുക്ക് ഇന്ന് തീർക്കണം എന്ന് വിചാരിച്ചത് ചിലപ്പോൾ നടക്കില്ല. അപ്പൊ ഞാൻ മാക്സിമം നൈറ്റാണ് ക്ലാസ് കേൾക്കല്, നോട്ടൊക്കെ എഴുതിയെടുക്കും. ഇതേപോലെ ക്ലിയർ ആവാത്തത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ മാമിന്റെ മാം ക്ലാസ്സിൽ തന്നെ പറയാറുണ്ട്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കരുത്, അതെ. അപ്പൊ പഠിച്ചു പോകാനുള്ളത്. പക്ഷെ ചില സമയത്ത് അത് നടക്കാറില്ല. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കേട്ട് നോക്കും, മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അപ്പപ്പോ ചെയ്തു പോകാൻ പറ്റുണ്ടാവില്ല. അപ്പൊ ഞാൻ ഡ്യൂട്ടീന്റെ ഇടയിൽ കൂടെ വല്ല ടൈം കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തു നോക്കാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത്. അപ്പൊ ഏകദേശം ഒരു 7 മണി തൊട്ട് 12-1 മണി വരെ അങ്ങ് ഇരുന്ന് പഠിക്കുമായിരുന്നു. അത് എല്ലാ ദിവസവും കിട്ടൂലായിരുന്നു അല്ലെ? കിട്ടുന്ന ദിവസം നന്നായിട്ട് പഠിക്കും. എല്ലാ ദിവസവും പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് അടുത്ത ദിവസം റിവിഷൻ ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്?
ആദ്യം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഉം, ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ പഠിച്ചത് അപ്പൊ തന്നെ റിവൈസ് ചെയ്ത് പിന്നെ വീക്കിലി ആ ഒരു വീക്ക് പഠിച്ചത് ഫുള്ള് റിവൈസ് ചെയ്യാ ഉം, അങ്ങനെയൊക്കെ പോയിരുന്നു. ഉം, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയില്ല. ഒരുപാട് സിലബസുകൾ ഉണ്ടായിരുന്നു. ഉം, അപ്പോ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്ന് കരുതിയിട്ട് ഉം. വീക്കിലി ഞാൻ നോക്കും. ഒരു വീക്കിലി വീക്ക് എല്ലാം എന്താണോ റിവൈസ് ഫുള്ള് ചെയ്യും. പഠിച്ചത് ഉം, ആ വീക്കിലി റിവൈസ് ചെയ്യും. ഉം. ഡെയിലി ആദ്യം നടന്നിരുന്നു, പിന്നെ അത് നടക്കാണ്ടായി. ആ ആ. അത് നമ്മൾ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാവരും ആ ഫ്ലോ ആയിട്ട് വന്നാലും പിന്നെയും പോയി കഴിഞ്ഞ ശേഷം പിന്നെ എങ്ങനെ വരും. അപ്പോൾ സാന്ദ്ര ഇപ്പൊ റിവിഷൻ ചെയ്തത് വീക്കെൻഡിലായിരുന്നു അല്ലെ, കറക്റ്റ് ആയിട്ട്. ഉം. അപ്പൊ ലീവ് അതെ, എങ്ങനെയായിരുന്നു പഠിച്ചോണ്ട് അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും? സൺഡേ മാത്രമേ ഉള്ളൂ ലീവ്. സൺഡേ മാത്രമായിരുന്നു. അപ്പൊ സൺഡേ റിവിഷൻ ആയിട്ട് ഫുൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? ആ. അതെ അതെ അപ്പോൾ അതെ. റിവിഷന്റെ കാര്യം അങ്ങനെ. പിന്നെ പഠിച്ചത് നമ്മളിപ്പോ എക്സാമിന് മുമ്പേ പഠിച്ചു തീർന്നായിരുന്നോ, എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മുടെ ക്ലാസ് എക്സാമിന് മുമ്പേ തീർന്നായിരുന്നല്ലോ ആ ടോപ്പിക്സ് ഒക്കെ. അപ്പൊ എങ്ങനെ? ആ. തീർന്നിട്ടുണ്ടായിരുന്നു. ഉം. അത് എക്സാമിന് മുന്നേ തന്നെ എല്ലാ ക്ലാസ്സുകളും കണ്ട് ആ. പഠിച്ചെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിന്റെ കുറച്ച് മുന്നേ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു മാം. ഉം. പ്രീവിയസ് ഇയർ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റിവൈസ് ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉം. പിന്നെ ഈ എക്സാമിന്റെ നമ്മൾ ആ ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? നമ്മളെല്ലാം നേരത്തെ പഠിച്ചു ഞാൻ കഴിഞ്ഞല്ലോ. ക്ലാസ്സുകളെല്ലാം കേട്ടതിന് ശേഷം ഞാൻ ടെക്സ്റ്റ് വായിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ ക്ലാസ്സും കഴിഞ്ഞ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ആ നോട്ടും പിന്നെ ടെക്സ്റ്റ് ഞാൻ പ്രസ് കോട്ടായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത്. ആ, അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വായിക്കാൻ ആ, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പ്രസ് കോട്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ടേംസ് ഒക്കെ അത് ക്വസ്റ്റ്യൻസിലും വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ അതെ എക്സാമിനും വന്നിട്ടുണ്ട്. അതെ. അപ്പോ ടെക്സ്റ്റ് വായിച്ചത് ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നി. ഉം. പിന്നെ എത്ര അത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തായിരുന്നു എക്സാമിന്? ഞാനൊരു 8 എബോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നെഗറ്റീവ്. നെഗറ്റീവ് മാർക്കും പിന്നെ ക്യാൻസൽ ചെയ്ത് കുറച്ച് ആ ആ ക്വസ്റ്റ്യൻസും ആ ആ. അത് കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ നമ്മുടെ കോഴ്സിന്റെ ടെസ്റ്റ് സീരീസ് എങ്ങനെയായിരുന്നു ചെയ്തത്? സാന്ദ്ര അത് നന്നായിട്ട് യൂസ് ചെയ്തായിരുന്നു അല്ലെ? ടെസ്റ്റ് സീരീസ് എപ്പോഴും ടെസ്റ്റ് ആ സീരീസ് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എന്നോട് എല്ലാ ഡൗട്ടും ചോദിക്കും. എപ്പോഴും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോഴൊക്കെ ഞാൻ മിസ്സിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പപ്പോ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് അതിനൊക്കെ. അപ്പൊ ആ ടെസ്റ്റ് സീരീസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് കറക്റ്റ് ആയിട്ട് പറയാമോ? അതായത് നമ്മുടെ ക്ലാസ് ഫുള്ളും സാന്ദ്ര ആദ്യമേ പഠിച്ച് തീർത്തു ഇല്ലേ? അതെ. റിവിഷൻ എത്രത്തോളം ചെയ്തു? എത്ര ടൈം ചെയ്തു? റിവിഷൻ എനിക്ക് ആ ഒരു 1 മന്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മാം റിവിഷൻ തുടങ്ങിയപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഞാനും റിവൈസ് ചെയ്യാൻ തുടങ്ങിയത്. ആ അപ്പൊ ക്വസ്റ്റ്യൻസ് തന്നെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരുപാട് ക്വസ്റ്റ്യൻസ് മിസ് ആയിട്ടുണ്ടായിരുന്നു. ഓരോ മൊഡ്യൂൾ വൈസും ഉണ്ടായിരുന്നു. അതല്ലാണ്ട് 100 ക്വസ്റ്റ്യൻസ് നമ്മൾ PSC മോഡൽ എക്സാം ഉം, പോലെയൊക്കെ ഉം, മാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഉം, അപ്പൊ അതുകള് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ മിസ്സിനോട് ചോദിക്കും. ഉം, എന്തെങ്കിലും എനിക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ടെക്സ്റ്റ് നോക്കുമായിരുന്നു, പ്രസ് കോട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഉം. അപ്പൊ അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ OMR പ്രാക്ടീസ് ചെയ്തായിരുന്നോ? OMR അതുപോലെ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ. ഒരു ടൈം വെച്ചിട്ട് എക്സാം എഴുതണ പോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അല്ല. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് മാർക്കിങ് വന്നിട്ടുണ്ടോ? അപ്പൊ അത് നമ്മൾ എക്സാമിന് അതെങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ കുറച്ചുകൂടെ ഹെൽപ്പായി തോന്നി. എങ്ങനെയാണ് ആ എക്സാമില് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ കറക്റ്റിലേക്ക് എങ്ങനെ എത്തണം എന്നുള്ളത് ഉം, മാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് വൈസ്. ഉം, അപ്പൊ അത് ഒരുപാട് ഹെൽപ്പായി തോന്നി. ഉം. പിന്നെ എക്സാം നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ എന്ത് തോന്നി? നമ്മൾ പഠിച്ചതൊക്കെ ക്വസ്റ്റ്യൻ വന്നപ്പോ. പേപ്പർ അതെ, കേട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആയിട്ട് തന്നെയായിരുന്നു ഉം, ഉം. വന്നിട്ടുണ്ടായിരുന്നത്. അത് ഒന്നാമത് ആ ഒരു ക്ലാസ് കേട്ടോണ്ട് തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് മിസ് അയച്ചത് ഫുള്ളായിട്ട് അതില്. അപ്പോ നമുക്ക് ഈ അപ്പൊ ഉം, ആൻസർ എളുപ്പമായി തോന്നി ഉം, ക്വസ്റ്റ്യൻ പേപ്പർ. ഉം. ഇനി നമ്മുടെ ആദ്യമായിട്ട് പഠിക്കാൻ പോണവർക്ക് എന്താ ഉപദേശം കൊടുക്കാനുള്ളത്? എങ്ങനെ പഠിക്കണം അവര്? കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക എല്ലാം. ആദ്യമായിട്ട് പഠിക്കുന്നവരിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാരെ പോലെ തന്നെ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് നടന്ന ഞാനാണ്. ഉം, അപ്പോ ഒരു
നമ്മളെ കൊണ്ട് ഉള്ള സമയത്ത് പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എത്താൻ പറ്റും എന്ന് എനിക്കിപ്പോ വിശ്വാസമുണ്ട്. ഒന്നിനും ടൈമില്ല, നമ്മളെ കൊണ്ട് നടക്കില്ല എന്ന് ആരും വിചാരിക്കേണ്ട. ഉള്ള സമയത്ത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു പോയിന്റ് ആയിട്ട് പഠിച്ച് എന്തായാലും. ടൈം ടേബിൾ ഉണ്ടായിരുന്നോ സാന്ദ്രക്ക് പഠിക്കാനായിട്ട്? ടൈം ടേബിൾ ആയിട്ട് അല്ല, ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ ആ ഒരു ഫോൾഡർ വൈസ് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സിലബസ് നോക്കിയിട്ട് ഫോൾഡർ വൈസ് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് പോവായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ സാന്ദ്രക്ക് എളുപ്പമുള്ള ടോപ്പിക് ഏതൊക്കെയായിരുന്നു? അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതൊക്കെയായിരുന്നു? എനിക്ക് മെഡിക്കൽ മൈക്രോബയോളജി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണോളജിയിലെ ചില പോർഷൻസ് ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന BSc MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിവാക്കി വിട്ട കുറെ ടോപ്പിക്കുകൾ ഉണ്ട് എനിക്ക് മനസ്സിലാവാതെ. പക്ഷെ അതൊക്കെ മാമിന്റെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് പക്കയായിട്ടുണ്ട്. അപ്പൊ ഇമ്മ്യൂണോളജി ഒക്കെ പിന്നെ എനിക്ക് ഈസി ആയി തുടങ്ങി മാമിന്റെ ക്ലാസ് കേട്ടപ്പോ. മെഡിക്കൽ മൈക്രോബയോളജി ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഓരോ ഓർഗാനിസത്തിന്റെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ ഓർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം ഏകദേശം സിമിലർ, അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചില കുട്ടികൾ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? കോഡ് ചിലത് റിലേറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കും, അല്ലാതെ കോഡാക്കിയിട്ടില്ല. കോഡ് ചിലപ്പോ എല്ലാവർക്കും ചില പറ്റില്ല. വാക്കുകൾ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് അതിനോട് റിലേറ്റഡ് ആണല്ലോ എന്ന് തോന്നും, അങ്ങനെ ഓർത്ത് വെക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയാ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയാനുള്ളത് കുട്ടികൾക്ക്? എന്തെങ്കിലുമൊക്കെ ഭിത്തിയിലൊക്കെ എഴുതി ഒട്ടിക്കുമായിരുന്നോ? നമ്മുടെ ഓർഗാനിസത്തിന്റെ ഒക്കെ പേരുകളോ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലായിരുന്നോ ചാർട്ടൊക്കെ ഉണ്ടാക്കി ഒട്ടിക്കാനൊക്കെ? ഞാൻ മെഡിക്കൽ മൈക്രോബയോളജി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഓർഗാനിസത്തിന്റെയും ഒരു കുറച്ച് പോയിന്റുകൾ മാത്രം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ട കുറച്ച് പോയിന്റുകൾ മാത്രം അങ്ങനെ നോട്ട്സ് ആക്കിയിട്ട് തന്നെ ഒട്ടിച്ചേക്കും, എപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. കാരണം അത് എപ്പോഴും മറന്നു പോണ കാര്യങ്ങളായിരുന്നു. പിന്നെ ഷോർട്ട് നോട്ട് എങ്ങനെയാ പ്രിപ്പയർ ചെയ്ത് സാന്ദ്ര? ഷോർട്ട് നോട്ട്സ് ഞാന് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് നോട്ട് എഴുതിയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റ് വായിച്ചപ്പോ അതും പിന്നെ എന്റെ നോട്ടും കൂടെ കൂട്ടിയിട്ടായിരുന്നു ഞാൻ പിന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതാണ് റിവിഷൻ എനിക്ക് നോക്കിയിട്ടുള്ളത്. അപ്പൊ പല കളർ പേനയൊക്കെ യൂസ് ചെയ്തിട്ടാണോ പ്രിപ്പയർ ചെയ്തത് ഷോർട്ട് നോട്ട്സ്? പിന്നെ ഡയഗ്രാം വരച്ചായിരുന്നു ഷോർട്ട് നോട്ട്സില്? ഉണ്ടായിരുന്നു, ഡയഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ കളർഫുൾ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഓരോ പോയിന്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ടോപ്പിക്കിന്റെ ഡയഗ്രാം വരച്ചു പഠിച്ചത് ശരിക്കും? ഞാൻ ആന്റിബോഡീസിന്റെ സ്ട്രക്ചർ അതൊന്ന് വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സൈക്കിളുകൾ ഉണ്ടായിരുന്നു, നൈട്രജൻ സൈക്കിള്, ഫിക്സേഷന്റെ ഒക്കെ ഓരോ സൈക്കിള്, അതൊക്കെ. പിന്നെ എഴുതി പഠിച്ചായിരുന്നോ? എഴുതി പഠിക്കില്ല, ഞാന് പഠിക്കണ സമയത്ത് ഒരു നോട്ടും ബുക്കും പെന്നൊക്കെ കയ്യിൽ പിടിക്കും. ഓരോ ഒരു ടേം വരുമ്പോ അതിനൊന്ന് എഴുതി നോക്കും. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേര് വരുമ്പോ അതൊന്ന് എഴുതി നോക്കും, ഒരു മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കാതെ വിട്ടായിരുന്നോ, ഒഴിവാക്കിയായിരുന്നോ? പഠിക്കാതെ വിട്ടത് ക്രോമറ്റോഗ്രഫി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോ ഞാൻ അത് അധികം അതിലേക്ക് പോയില്ല. ഇനി ഡൗട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഓടിച്ചു വിട്ടു പോയി എന്നല്ലാണ്ട് ഡീറ്റെയിൽ ആയി നോക്കിയിരുന്നില്ല. അപ്പൊ അതായത് ഇപ്പൊ ചില കുട്ടികളുണ്ട് സിലബസ് ഫുൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്ന് എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടാവൂല. അതായത് എക്സാം ഹോളിൽ പോയി മിക്കവരും അങ്ങനെയാ. അപ്പൊ നമ്മളിപ്പോ മനസ്സിലായില്ലേ, ഒരു ടോപ്പിക്ക് വിട്ടാലും കുഴപ്പമില്ലാന്ന് മനസ്സിലായല്ലോ. പക്ഷേ ബാക്കി നമ്മള് എന്ത് വന്നാലും അതിൽ നിന്ന് എഴുതാൻ അറിയണം, അല്ലേ സാന്ദ്ര? അത് അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാതും പഠിച്ചു പോയിട്ട് എല്ലാം കൺഫ്യൂസ്ഡ് ആക്കണ്ട, പഠിക്കണത് അത്യാവശ്യം തറവായിട്ട് പഠിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടാത്തതിൽ ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് ബാക്കിയുള്ളതും കൂടെ കളയണ്ടെന്ന് തോന്നി. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടു.
പിന്നെ സാന്ദ്രക്ക് അതായത് എന്തായിരുന്നു ശരിക്കും ഒരു ആഗ്രഹം, ലക്ഷ്യം MSc ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്? MSc കഴിഞ്ഞ് ടോട്ടൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ഫീൽഡിലേക്ക് പോണം എന്നുള്ളത്. ആ. ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഉം, ഉം, ഞാൻ ആദ്യം മെഡിക്കൽ ഫീൽഡിൽ ഒന്ന് ട്രെയിനിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉം. അപ്പോഴാണ് ഞാൻ ലത്തീഫായിട്ട് പരിചയപ്പെട്ടത്. ആ, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. ആ, ആ, നമ്മളിവിടെ എല്ലാവരും പറയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് മൈക്രോബയോളജിയിൽ എന്ന്. പക്ഷെ ആ, ഒരുപാട് ഫീൽഡുകൾ ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ. അതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്താണ് ഞാന് PSC ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് എന്റെ ഹസ്ബൻഡാണ് എന്നെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആ, ആ, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു PSC നടക്കില്ല, അതെ. അതൊന്നും പഠിച്ചില്ല എന്ന് ആ, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാണ് ഒന്ന് നോക്കി നോക്കി, ഇത്രയും കാലം പഠിച്ചു, അപ്പൊ ഇനി ജോലിക്ക് വേണ്ടിയിട്ടും കൂടെ ഒന്ന് പഠിച്ചു നോക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ഉം. നിർബന്ധിച്ച് ഒരു കോച്ചിങ്ങിന് ചേർത്തിയത് അവരാണ്. ഹസ്ബൻഡാണ്. അതിനുശേഷം അതെ അതെ, അന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ, ഫോൺ ഇൻ അപ്പൊ പ്രോഗ്രാം അവരാണ് ആയിരുന്നാണ് അല്ലേ? നിർബന്ധിച്ചത്. അതെ, അതെ. അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിർബന്ധിച്ച് ഈ ഫോൺ ഇൻ പ്രോഗ്രാമിന്റെ ഇടയിൽ എങ്ങനെ പഠിച്ചു? വിളിക്കാൻ സമ്മതിക്കില്ല. ആണോ? പഠിച്ചിട്ട് വിളിച്ചാൽ മതി പറയും. ആണോ? അപ്പൊ അതെങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നു എന്ന്? അത് പിന്നെ ഞാനും വിളിക്കണല്ലോ, അപ്പൊ വേഗം ആ, പഠിച്ചു തീർക്കാം ആ, എന്ന് ഹാ, ഹാ, ഹാ. വിചാരിക്കും. അപ്പൊ നമുക്ക് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു അല്ലേ, പഠിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്നുള്ളത്? എന്റെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും സപ്പോർട്ടാണ്. എക്സാമിന്റെ സമയത്തൊന്നും ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനൊന്നും വരില്ല. അവള് അതെ. പഠിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് ആ, മാറ്റി നിർത്തും. ഒന്നിനും വരണ്ട, അവിടെ ഇരുന്നോ, പഠിച്ചോ. അങ്ങനെ ശരി. എല്ലാത്തിനും സപ്പോർട്ട് ആയിരുന്നു. ആ, ഇവരാണെന്നുണ്ടെങ്കിലും ഭയങ്കര മോട്ടിവേഷൻ ആണ്. എന്തായാലും പഠിച്ചെത്തും, ഇപ്പൊ ഇത്രയും കാലം പഠിച്ചതല്ലേ, നല്ല ഉം, മാർക്കൊക്കെ കിട്ടിയതല്ലേ, ആ, പഠിച്ചോ, ആ, അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും. അതെ. അപ്പൊ എല്ലാവർക്കും ഫാമിലി സപ്പോർട്ട് ഉള്ള ആളുകളായിരുന്നു. അപ്പൊ ഈ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായിരിക്കും ഉപദേശം കൊടുക്കാനുള്ളത്? അവരെങ്ങനെ പഠിക്കണം? ചിലവർക്ക് പുറകിൽ വലിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുമല്ലോ, വേണ്ട എന്ന്, ഇതൊക്കെ മതി, ഇങ്ങനെയൊക്കെ പോ, ഫാമിലി മതി, അല്ലെങ്കിൽ അങ്ങനെയുള്ള, എങ്ങനെ അവർക്ക് മുമ്പോട്ട് വരാൻ പറ്റും ആ കുട്ടികൾക്ക്? അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഓരോ നമ്മുടെ ആവശ്യങ്ങളെല്ലാതും ഉം, ഒഴിവാക്കി നിൽക്കുന്ന ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുണ്ട്. ഉം, അപ്പൊ അവര് അതിന്നൊക്കെ അവരെ മൈൻഡ് ചെയ്യാതെ വിടണം. പറയാനുള്ളവര് പറയും. നമ്മുടെ ലൈഫാണ്, നമ്മളിപ്പോ ഇത്രയും പഠിച്ചെത്തി, ഒന്നും അതെ, എത്താണ്ട് പോവരുതല്ലോ. അപ്പോ ആ ഒരു സേഫ് സോണിൽ നിന്ന് എല്ലാവരും പുറത്തു വരണം. അതെ, പുറത്തു വന്നാൽ തന്നെ ആ ഒരു ധൈര്യം കിട്ടും. അതെ. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ തന്നെയും മൈക്രോബയോളജി ഒക്കെ ആണെങ്കിൽ 5 വർഷം നമ്മൾ പഠിച്ചു, പിന്നെ ഒരു എക്സാമിനേഷൻ എഴുതാൻ പിള്ളേർക്ക് എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അല്ലെ? അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരു ഒന്നാമത് മടിയുണ്ട്. ആ, നമ്മൾ ഇത്രയും വർഷം പഠിച്ചു, ഇനിയും പഠിക്കണോ എന്നുള്ള ഒരുപാട് തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ആ, എനിക്കും അതായിരുന്നു എന്റെ പ്രശ്നം. ആ, ഇത്രയും വർഷം പഠിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, ഇനി ഞാൻ എന്ത് പഠിച്ചിട്ട് എനിക്ക് എന്താ കിട്ടുക, അങ്ങനെ ഞാനും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്ന് എനിക്ക് മോട്ടിവേഷൻ തരാൻ ഒരാളുണ്ടായിരുന്നു. അതേപോലെ എല്ലാവർക്കും ഒരാളെ കിട്ടട്ടെ, അതെ. കിട്ടും എന്ന് പറഞ്ഞ് ആ, ഞാൻ അതിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ പിന്നെ കേരള വാട്ടർ അതോറിറ്റീന്റെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഉം, അപ്പൊ അതുവരെ എക്സാം എഴുതും, അത് വിടും, ഉം, നമുക്ക് അതിന്നൊരു പ്രോഗ്രസ് ഒന്നും കിട്ടിയിട്ടില്ല. ഉം, പക്ഷെ അതിൽ എനിക്ക് ഈ ഡോക്യുമെന്റ് അപ്ലോഡിങ്ങിനൊക്കെ മെസ്സേജ് ഒക്കെ വന്നു. ഉം, ഉം, അപ്പൊ ഇത് അധികം ഒന്നും പ്രിപ്പയർ ചെയ്യാണ്ട് എക്സാം എഴുതിയിട്ട് ഉം, അത്യാവശ്യം മാർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നത്. അതെ. അപ്പൊ പ്രിപ്പയർ ചെയ്യാണ്ട് എനിക്ക് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ, എനിക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടും ഉം, എന്ന് തോന്നി. അപ്പൊ എനിക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു ആ ഒരു മെസ്സേജ് കണ്ടപ്പോ, അതെ. PSCന്റെ മെസ്സേജ് കണ്ടപ്പോ. അതിന് ശേഷമാണ് ഞാൻ സൈപ്രോയിലൊക്കെ ജോയിൻ ചെയ്തതും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതും. നമുക്ക് ഈ പഠിക്കാനായിട്ട് അല്ലെ, ഒരു ചിലപ്പോ ഒരു പിൻവലിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടെങ്കിലും നമ്മൾ മുമ്പോട്ട് എത്തിച്ചേരണം എല്ലാ കുട്ടികളും. അപ്പൊ നമ്മൾ, നിങ്ങളാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുമല്ലോ, ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, PSC ഒക്കെ ആണെങ്കിലും ഓൾറെഡി ആളെ കേട്ടിട്ടായിരിക്കും എക്സാമിനേഷൻ എടുക്കുന്നത്, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ആ, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് ഇനിയിപ്പോൾ പുതിയത് നമുക്ക് പറയാം, ആയുർവേദ മൈക്രോബയോളജിസ്റ്റ് വരുന്നുണ്ട് മൈക്രോബയോളജി കുട്ടികൾക്ക്, അതുപോലെ തന്നെ JS ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒന്നും അറിയില്ലാത്തവർ, രണ്ട് കാറ്റഗറി ഉള്ളത്. ഒന്ന് ഗ്യാപ്പ് ഉള്ള കുട്ടികൾ,
പണ്ട് പഠിച്ചു. പണ്ട് സ്റ്റുഡൻസിന് ഇത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്കൊരു റീസെന്റ് ആയിട്ട് കുറച്ച് നാളായിട്ടേ ഇങ്ങനെ മൈക്രോബയോളജി പോസ്റ്റ് ഒക്കെ വിളിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഫ്രഷേഴ്സ് ഉണ്ട്, നമ്മുടെ MSc കഴിഞ്ഞുടഞ്ഞ് വരുന്നവര്. അപ്പൊ ഈ രണ്ട് കൂട്ടരോടും എന്താ പറയാനുള്ളത്? അതായത് MSc കഴിഞ്ഞവര് ചിലപ്പോ എങ്ങനെയെങ്കിലും ഒരു MSc, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില കുട്ടികൾ ഇപ്പൊ പഠിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് MSc കഴിഞ്ഞ് കിട്ടിയാൽ മതി, അങ്ങനെ പഠിക്കുന്നവരുണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു ഫ്ലോ അങ്ങനെ പോകുന്നവരായിരിക്കും. BSc ആ. കഴിഞ്ഞാൽ എന്താ അടുത്തത് MSc ഉം. അങ്ങനെ പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞ് MSc കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും അവരെല്ലാരും ബ്ലാങ്ക് ആവുക. ഇനി എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും പിന്നെ. അപ്പൊ സാന്ദ്ര, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ഇപ്പൊ ഒരു ആവറേജ് സ്റ്റുഡൻസിന് എങ്ങനെ പറ്റും? അതായത് ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, ആവറേജ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും, ജസ്റ്റ് പാസ്സായിട്ടുള്ളവരുണ്ടാവും. അപ്പൊ ഇവർക്ക് എങ്ങനെ സൈപ്രോയിലൂടെ പഠിക്കാൻ പറ്റും സാന്ദ്രയുടെ ഒരു അഭിപ്രായത്തില്, നമ്മുടെ കോഴ്സ് കഴിഞ്ഞതല്ലേ? സൈപ്രോന്റെ ക്ലാസ്സുകൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. ഏറ്റവും ഒന്നും അറിയാത്ത ആൾക്ക് ആണെങ്കിലും സൈപ്രോന്റെ ക്ലാസ് കേട്ട് പഠിക്കാൻ പറ്റും. അത്രയും ഡീപ്പായിട്ട് ഫസ്റ്റ് തൊട്ട് മാം ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മളൊരു കൊച്ചു കുട്ടിയോട് എങ്ങനെയാണോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതുപോലെയാണ് മാമിന്റെ ക്ലാസ്സുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ഒന്നും അറിയാത്ത ഒരു ടോപ്പിക് ആണെങ്കിൽ കൂടി അതിന്റെ ഫസ്റ്റ് തൊട്ടിട്ട് എങ്ങനെ പഠിച്ചു വരാം എന്നുള്ളത് മാമിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. സൈപ്രോന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാല് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് കൂടി അത് പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാന്ദ്രക്ക് ഗവൺമെന്റ് ജോബ് തന്നെയായിരുന്നോ ഇഷ്ടം, അതോ റിസർച്ച് ഒക്കെ ഇഷ്ടമാണോ? റിസർച്ചിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് ജോബ് ഒരു മനസ്സിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എപ്പോഴായിരുന്നു അങ്ങനെ ഒരു ചിന്ത തോന്നി തുടങ്ങിയത്, ഗവൺമെന്റ് ജോബ് വേണമെന്ന്? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അസിസ്റ്റന്റ് സയന്റിസ്റ്റിന്റെ ആ. എക്സാമിന് ആ ഒരു PSC നോട്ടിഫിക്കേഷൻ വന്നപ്പോ, മെസ്സേജ് വന്നപ്പോ തൊട്ട് എനിക്ക് തോന്നി പറ്റും, ചിലപ്പോ ഒന്ന് ശ്രമിച്ചാൽ നടക്കും എന്ന് തോന്നി തുടങ്ങിയത് അപ്പോഴാണ്. അതുവരെ ഞാൻ വെറുതെ ഒന്ന് പോയി എഴുതി നോക്കാം എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അതിനു വേണ്ടി ഇരുന്ന് പഠിക്കണം, എനിക്കത് കിട്ടും, അങ്ങനത്തെ ഒന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പൊ സ്റ്റുഡൻസിനാണെങ്കിൽ തന്നെയും ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരും അവർക്കൊക്കെ എങ്ങനെയാണ് ഇപ്പൊ പഠിക്കാൻ എല്ലാ കാര്യങ്ങളും മെറ്റീരിയലും എല്ലാം ഉണ്ടെങ്കിലും ഈ ടോപ്പേഴ്സിന് എന്തൊക്കെയായിരുന്നു എക്സ്ട്രാ അല്ലെ? എങ്ങനെ പഠിച്ചു അവർക്ക്? ഇനി അവര് കൂടുതൽ എല്ലാവരും ഈ കുറെ ഗ്യാപ്പ് ഉള്ള സ്റ്റുഡൻസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ മൈക്രോ ഓർഗാനിസത്തിന്റെ പേരൊക്കെ ആണെങ്കിൽ, ഇപ്പൊ മെഡിക്കലൊക്കെ തന്നെയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും ഓർക്കാൻ പറ്റില്ല, എല്ലാം തിരിഞ്ഞു പോകുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ പറഞ്ഞു കൊടുക്കാനായിട്ട്? അതായത് ഓർമ്മയെ കിട്ടാത്ത ആൾക്കാർ പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് അവരുടെ ചിന്തയായിരിക്കും. ഓർമ്മ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, എന്നാലും അവരെങ്ങനെ ഇത് തരണം ചെയ്യണം, ഓക്കെ ആക്കണം? ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഒട്ടും കിട്ടാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഷോർട്ട് നോട്ട് എഴുതിയിട്ട് നമുക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ ഒട്ടിച്ചേക്ക്. ഞാൻ പറഞ്ഞിരുന്നു മെഡിക്കൽ മൈക്രോബയോളജി എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ അതിന് മാത്രം ഞാൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എപ്പോഴും എനിക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള എവിടെയാണോ, അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ റിവൈസ് ചെയ്ത് നോക്കാം. അറിയാത്ത പോർഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം റിവൈസ് ചെയ്തിട്ട് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് റീകോൾ ചെയ്യാൻ നോക്കുക. ഓർമ്മ കിട്ടുന്നുണ്ടോ? കിട്ടണില്ലെങ്കിൽ അപ്പൊ പോയി പഠിക്കുക. എന്താണെന്നുള്ളത് ഒന്ന് പോയി നോക്കുക, അപ്പൊ തന്നെ കിട്ടും. അത് ഒന്ന് എപ്പോഴും റീകോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിൽ കിടക്കും, പിന്നെ അത് മറക്കില്ല. ട്രാവൽ ചെയ്യുന്ന ടൈം സാന്ദ്ര നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എത്ര ടൈം ആയിരുന്നു ട്രാവലിംഗ് ടൈം ഉണ്ടായിരുന്നത് വർക്ക് ഏരിയയിലേക്ക്, വർക്കിംഗ് പ്ലേസിലേക്ക്? ട്രാവലിങ്ങിന് 1 hour. 1 hour. അപ്പൊ അത് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട്, അതായത് നമ്മൾ ചിലപ്പോൾ ബസ്സിൽ കയറുമ്പോഴത്തേക്കും 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോണ ആൾക്കാരുണ്ട് 1 hour ട്രിപ്പ് ആണെങ്കിൽ, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്ത്? ഇല്ല, ഉറക്കം വരാറില്ല. ഞാൻ ഈ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഏതാന്നുള്ളത് ഞാൻ അപ്പോഴാണ് കേൾക്കുക. മാം പറഞ്ഞ തന്നെ പിന്നീട് നമ്മളെ എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സമയം വീണ്ടും ആ ക്ലാസ് തന്നെ കേട്ടിട്ട് സമയം കളയരുത്. അപ്പൊ മനസ്സിലാവാത്ത എന്താ ഞാൻ മാറ്റിവെക്കും. അത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേട്ട് കേട്ട് മനസ്സിലാക്കും. അതായത് നമ്മുടെ ക്ലാസ് കേൾക്കുമായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത്? ക്ലാസ് കേൾക്കും. അതുപോലെ ഇപ്പൊ ജോബ് സ്ഥലത്തേക്ക് ഷോർട്ട് നോട്ട്സ് കൊണ്ടുപോകായിരുന്നോ? ഉണ്ടായിരുന്നു. ഷോർട്ട് നോട്ട്സ് ഞാൻ കൊണ്ടുപോയിരുന്നു. അത് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യണ സമയത്തായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് തെറ്റിയിട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി
അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് എത്ര, അതായത് എത്ര നോട്ട്ബുക്ക് അതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതായത് കുഞ്ഞു നോട്ട്ബുക്ക് ആണോ, അതോ നമ്മൾ പറഞ്ഞോട്ട് ഒരു നോട്ട്ബുക്ക് ഒരു പേജ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണോ, എങ്ങനെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്? ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ചെറിയ നോട്ട് ആയിരുന്നില്ല, വലിയ നോട്ട് തന്നെ ആയിരുന്നു. ആ അത് ആ, പിന്നെയും അതിന്ന് ചില പോയിന്റുകൾ, ടഫായിട്ടുള്ള പോയിന്റുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ നോട്ട് പാഡ് ഉണ്ടാവും, ആ അതിലാ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഓക്കെ. കൊണ്ടു ആ നടക്കാൻ. ആ അതെ, എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലവർക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല. ഇപ്പൊ രണ്ട് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ജോലിക്ക് പോകും, കുട്ടികളെ സ്കൂളിലാക്കി കഴിഞ്ഞ ശേഷം ഈ ട്രാവലിംഗ് ടൈം അവർക്ക് 1 അവർ ഇപ്പൊ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെ? ട്രാവലിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 2 അവർ. അപ്പൊ എപ്പോഴും സീറ്റ് ഒക്കെ കിട്ടുമായിരുന്നോ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് ഇരുന്ന് പഠിക്കാൻ? ചില അപ്പൊ ആ ആ സമയത്ത് നോക്കാൻ പറ്റില്ല. ആ അല്ല, പിന്നെ ഞാൻ ബ്ലൂടൂത്ത് വെച്ചിട്ട് ആണ് കേൾക്കാറ്. ആ വലിയ തിരക്കില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കേൾക്കും. കേൾക്കും. സീറ്റ് കിട്ടിയില്ലെങ്കിലും കേൾക്കും, അല്ലെ? അപ്പൊ അത് ട്രാവലിംഗ് ടൈമിൽ ആ, കേൾക്കും. ഉറങ്ങാതെ ക്ലാസ് കേട്ടത് അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു 1 അവർ ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉറക്കം, അല്ലെങ്കിൽ കുറച്ച് കേൾക്കുമ്പോഴത്തേക്കും, അല്ലെ? ഈ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ അങ്ങ് കേൾക്കാനായിട്ട്. അത് എങ്ങനെ അത് സാധിച്ചു അങ്ങനെ പിടിച്ചിരുത്താനായിട്ട് ഈ 1 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉം, അത്? ആ ഇല്ല, നമുക്ക് ഒരുപാട് സിലബസ് ഒരുപാടുണ്ട്. ഉം, മൈക്രോബയോളജി ആണ് നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി ആ പഠിക്കാൻ ഇനിയുണ്ട്. അപ്പൊ ഉം, പിന്നെ എനിക്ക് അതിനുള്ള ടൈം കിട്ടില്ല എന്നുള്ളൊരു അതെ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഉറങ്ങാണ്ട് ആ ട്രാവൽ സമയത്ത് ഞാൻ കേട്ടിരുന്നത്. അതെ. ചാന്ദ്രക്ക് എത്ര വയസ്സായി? എനിക്ക് 24. 24-ൽ ജോബ് കിട്ടിയില്ല. അപ്പൊ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടായി. ഇനിയും ടൈം ഉണ്ട്. സാധാരണ എല്ലാവരും ഓർക്കുന്നത് 36, ചിലപ്പോ 38 വരെ സമയമുണ്ട്. അപ്പൊ 24-ൽ തന്നെ നമ്മുടെ ഫസ്റ്റ് എഴുതിയ എക്സാം അല്ലേ? അല്ല, അസിസ്റ്റന്റ് അതെ, സയന്റിസ്റ്റ് പഠിച്ചിട്ട് എഴുതി. എഴുതി. പഠിച്ചിട്ട് എഴുതിയതാ ഇത്. ആദ്യം എഴുതിയത് അസിസ്റ്റന്റ് സയന്റിസ്റ്റ്. കോളേജിലെ ജൂനിയർ മിസ്സുമാരെയൊക്കെ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അമീന മാം മെസ്സേജ് ആ അയച്ചിട്ടുണ്ടായിരുന്നു. ആ കോളേജിലത്തെ ബാക്കി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതെ കോളേജിന് ഒരു അതെ. കോളേജിലാണെങ്കിൽ അവർക്ക് എപ്പോഴും പിള്ളേരെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല, അല്ലെ? മിസ്സുമാരൊക്കെ ആണെങ്കിൽ ഓട്ടോണമസ് ആയതുകൊണ്ട് എല്ലാവർക്കും തിരക്കായിരിക്കും, വർക്കായിരിക്കും പിള്ളേർക്ക്, അല്ലെ? നിങ്ങക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? മിസ്സുമാരൊക്കെ, അല്ലെ, ഭയങ്കര വർക്കായിരിക്കില്ലേ? ആ, പക്ഷെ അപ്പൊ അവരെ തിരക്കിനിടയിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോ ഓർത്തു. അതിൽ ഓർത്തു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പിക്ചറൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് കോളേജിന്റെ, ഞാൻ കണ്ടായിരുന്നു. അപ്പൊ സാന്ദ്രക്ക് മിസ്സൊക്കെ പറഞ്ഞോ. മിസ് എന്ത് പറഞ്ഞു? മിസ്സൊക്കെ പേഴ്സണൽ ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ എന്റെ പേര് കണ്ടപ്പോൾ ആ അപ്പൊ എന്നെ ഓർത്തു. ആ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നീ ആണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് റിപ്ലൈ തന്നിരുന്നത്. ആണോ? അതങ്ങനെയാണല്ലോ ചോദിക്കുന്നത് ഇപ്പോഴും, നീ ആണോ? അയ്യോ. പേര് മാത്രമേ കണ്ടുള്ളൂ. അതിൽ പേര് കണ്ടപ്പോ ഒരു സംശയം തോന്നിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ആ, അപ്പൊ അവർക്കും സന്തോഷം, അത് കണ്ടപ്പോ എനിക്കും സന്തോഷം. അതെ, നമ്മളെ അവര് ഓർക്കുന്നുണ്ടല്ലോ, അല്ലെ? ഇത്രയും സ്റ്റുഡൻസ് പഠിച്ചു പോകുന്നിടയിൽ അവർ നമ്മളുടെ പേരൊക്കെ ഓർത്ത് വെക്കുന്നത് തന്നെ. ടീച്ചേഴ്സ് ഓരോ ബാച്ചും, നിങ്ങൾക്ക് എത്ര സ്റ്റുഡൻസ് ആയിരുന്നു ഉള്ളത് ഒരു ബാച്ചില്? നമുക്ക് MSc ആകുമ്പോ 20 ആ ബി എസ് സിയിൽ 30. 30. അപ്പൊ നിങ്ങളുടെ ആ ഒരു, അല്ലെ, ഇനി അടുത്ത ബാച്ചിൽ പഠിക്കാനുള്ള സ്റ്റുഡൻസിനും ഈ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട് അവർക്ക് പഠിക്കാം, ഇനി അവര് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്ത വേക്കൻസി വിളിക്കും, അല്ലെങ്കിൽ ഡിഗ്രി വെച്ചിട്ടുള്ളത് ഇനി വരും, അല്ലെ? ആ പിള്ളേർക്ക് ഇനി ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ ആണ് സാന്ദ്ര, അല്ലെ? ഇത് ലിസ്റ്റ് കണ്ടപ്പോഴേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഏതായിരുന്നു പ്ലാറ്റ്ഫോം, ആ ഓൺലൈനായിട്ട് കോച്ചിങ് ഉണ്ടായിരുന്നോ. ആ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ആ സൈറ്റ് ആണ്, അതിലേക്ക് എന്തായാലും ചെയ്യാം, നമുക്ക് വിശ്വസിച്ച് തന്നെ ജോയിൻ ചെയ്യാം ഇതില്. അതെ. അപ്പോ കുട്ടികൾ വരട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ, അല്ലെ? എല്ലാവർക്കും ഒന്ന് പഠിക്കാനായിട്ട് മടിയായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവരാണെങ്കിൽ അപ്ലൈ പോലും ചെയ്യില്ല. ഓ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതില് അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന ഒരു ഇത് തന്നെ വേണം. ചിലവർ പഠിക്കില്ല, കൺഫർമേഷൻ കൊടുക്കില്ല, എക്സാമിനേഷൻ എഴുതില്ല. നമ്മൾ ഒരു എക്സാമിനേഷൻ എഴുതി നോക്കിയാലല്ലേ അടുത്തത് എങ്ങനെയായിരിക്കും, അത് എക്സാം ഹോളിലുള്ള എക്സ്പീരിയൻസ് അത് ഭയങ്കര അല്ലേ സാന്ദ്ര? അതെ, അതെ, നമുക്ക് ഈ എക്സാം എഴുതിയാൽ തന്നെ മനസ്സിലാവുള്ളൂ നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലേ അതെ. എന്നുള്ളത്. ആ അന്ന് എനിക്ക് പറ്റി,
ഒരു എക്സാം എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും കൂടി ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്കത് കിട്ടുമായിരുന്നു എന്നുള്ളത്. അതൊരു മോട്ടിവേഷൻ ആക്കി എടുത്തിട്ടാണ് ഞാൻ അടുത്തത് ജോയിൻ ചെയ്തത്. അതെ. അപ്പോ പിന്നെ ഇന്റർവ്യൂ ഉം. അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഇന്റർവ്യൂ ക്ലാസ് മിസ് ഇട്ട സമയത്ത് എന്റെ മാരേജ് ആയിരുന്നു. ആ അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു, ഭയങ്കര ടെൻഷൻ ആയി പോയി. ആ ക്ലാസ്സിനൊന്നും എനിക്ക് കയറാൻ പറ്റുന്നില്ല. ആ പക്ഷെ അതൊക്കെ മാമിനോട് പറഞ്ഞപ്പോ റെക്കോർഡഡ് ക്ലാസ്സുകൾ അയക്കാൻ തുടങ്ങി. അതൊക്കെ ആ. ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഉം. പിന്നെ നമ്മുടെ ലാസ്റ്റ് റിവിഷൻ സീരീസിൽ ഉണ്ടായിരുന്നില്ലേ സാന്ദ്ര? പിന്നെ എക്സാമിനോട് അല്ല ഇന്റർവ്യൂവിനോട് അടുത്ത് ക്ലാസ്സുകൾ എല്ലാത്തിലും എനിക്ക് കയറാൻ പറ്റി. ഓക്കെ ഫസ്റ്റ് ഇട്ട കുറച്ച് ക്ലാസ് ജോയിൻ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഇന്റർവ്യൂ എളുപ്പമായിരുന്നു അല്ലേ? സാന്ദ്രക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നില്ലേ? എനിക്ക് 12 ആയിരുന്നു. ആ ഇന്റർവ്യൂ കുഴപ്പമുണ്ടായിരുന്നില്ല. ഉം. മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉം. പെട്ടെന്നായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ഉം. ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു. പക്ഷെ അവിടെ പോകുമ്പോ ഒബ്വിയസ്ലി എല്ലാവർക്കും ടെൻസ്ഡ് ആവും. അതെ ഒന്ന് അതെ അതെ. ടെൻഷൻ കൂടി. ആ എല്ലാവരും ഒന്ന് കാണും, ഇന്റർവ്യൂ ബോർഡ് കാണുമ്പോ എല്ലാവർക്കും എന്തായാലും ടെൻഷൻ അതെ ആകും. അപ്പൊ അതെ പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആവും. അതെ ആ ഒരു കൺഫ്യൂഷനിൽ ഉണ്ട്. അതെ. പിന്നെ കുറെ ഇന്റർവ്യൂവിൽ കുറെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലവർക്ക് ഇതൊന്നും അല്ലാത്ത ഒരു സംഭവം വേണമെങ്കിൽ ചോദിക്കാലോ, അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. മൈക്രോബയോളജി അല്ലാത്തതും എന്തും വേണമെങ്കിൽ ചോദിക്കാം. അതെ. അപ്പൊ നമുക്ക് അങ്ങനെ എപ്പോഴും ചോദിച്ചു. റിട്ടേൺ എക്സാമിന് എപ്പോഴും കുഴപ്പമുണ്ടായിരുന്നു. റിട്ടേൺ എക്സാമിനേഷൻ എപ്പോഴും നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂവിൽ ആ 1 മാർക്ക് പോയി 2 മാർക്ക് പോയത് ഒരു പ്രശ്നവും ഇല്ല, ഇല്ലേ? അതെ അതെ. അപ്പോ സാന്ദ്രക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും ഈ ഒരു 23, 24 വയസ്സ് ഇനിയും അടുത്ത ഇതിനൊക്കെ പഠിച്ച് അല്ലെ, ഇനി വേണമെങ്കിൽ കുറച്ച് നാൾ റെസ്റ്റ് എടുത്തോ, അത് കഴിഞ്ഞ ശേഷം അടുത്തതിനൊക്കെ പഠിച്ച് മുമ്പോട്ട് വരിക. നമുക്ക് എപ്പോഴും അപ്ഗ്രേഡ് ആയിട്ട് അല്ലെ, ഹൈ സാലറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് സാന്ദ്ര. ഓക്കെ, താങ്ക് യു മാം.